മുസ്ലിം ലീഗും സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നതിനിടെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് തുടങ്ങി. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം ഇന്ന് ദുബൈയിൽ നടക്കുന്നതിനിടെയാണ് ചടങ്ങിൽ പങ്കെടുക്കാതെ ലീഗ് നേതാക്കൾ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത്. സുപ്രഭാതം പത്രത്തിന്റെ എഡിഷൻ ഉദ്ഘാടനത്തെക്കാൾ പ്രധാനം ലീഗ് വർക്കിംഗ് കമ്മിറ്റിയാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. അല്ല, നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ജില്ലാ കമ്മിറ്റികളൊക്കെ കൂടി, അതിന് ശേഷം ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടുകയാണ്. അപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് നടക്കും. അതിനുശേഷം തീരുമാനം അറിയിക്കുന്നു. അല്ല, ഇപ്പോൾ ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി ചേരുകയാണല്ലോ. ഇപ്പം അതിനാ പ്രധാനം. അതേസമയം തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് സമസ്ത കാലുവാരിയോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാതെ ET മുഹമ്മദ് ബഷീറും. ഇപ്പം നല്ല ഉപദേശം ഉണ്ടാവും, സംശയമില്ല. പൊതുവേ നമുക്ക് വളരെ നല്ല പെർഫോമൻസ് ആയിരിക്കും. കേരളത്തെ എല്ലാ നമ്മൾ പറയുന്ന മാതിരി തന്നെയാണ് നമ്മൾ പറയാറുണ്ടല്ലോ, 20 ഔട്ട് ഓഫ് 20 എന്ന്. അതായത് ദേശീയ തലത്തിന് വലിയ മാറ്റങ്ങൾ വരികയല്ലേ, അതിൻ്റെ അതൊക്കെ ചെറിയ മറ്റു കാര്യങ്ങൾ. അവരുടെ സർവേ നല്ലതായിരിക്കും പറയുന്നുണ്ട്. സമീർ C മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. സമീർ, സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം നേരത്തെ തീരുമാനിച്ചതാണ്. ആ ദിവസം ലീഗ് യോഗം പിന്നീടാണ് നിശ്ചയിച്ചത്. ഇതിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ലീഗ് സമസ്ത തർക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചോ എന്ന ചോദ്യം ഉയരുന്നതിനിടെയാണ് ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ പോകാതെ ലീഗ് നേതാക്കളെല്ലാം ലീഗ് നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നത്. ലീഗ് യോഗമാണ് പ്രധാനം എന്ന് തങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ ഇത് ഭിന്നത കുറെ കൂടി കടുക്കുന്നു എന്നതാണോ ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? വിജയകുമാർ, നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മാസം മുമ്പ് തീരുമാനിച്ചതാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം. ഇന്ന് വൈകിട്ടാണ് പരിപാടി. ഇന്ത്യൻ സമയം 6:30ക്കാണ് പരിപാടി തുടങ്ങുന്നത്. അതിലെ പ്രധാനപ്പെട്ട ക്ഷണിതാക്കളാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും. ഈ രണ്ട് പേരും ആ പരിപാടി ബഹിഷ്കരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ സംസ്ഥാന കമ്മിറ്റി ചേരാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ലീഗ് ഹൗസിൽ ഇന്ന് യോഗം ചേരുകയും ചെയ്യുന്നു. അതായത് ഏതാനും ദിവസം മുമ്പ് മാത്രമാണ് ഈ സംസ്ഥാന കമ്മിറ്റി ചേരുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുകയും വേഗത്തിൽ തന്നെ ആ ഒരു സംസ്ഥാന കമ്മിറ്റി ചേരുകയും ചെയ്ത ഒരു നടപടി ഉണ്ടാകുന്നത്. അതായത് ഈ പരിപാടി ബഹിഷ്കരിക്കണം എന്ന് ലീഗ് നേതൃത്വം തീരുമാനിച്ചിരുന്നു എന്ന് സംസ്ഥാന നേതാക്കൾ അടക്കം പറയുന്നുണ്ട്. അതിനൊരു കാരണം മാത്രമായി ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയെ ചൂണ്ടിക്കാണിച്ചാൽ മതി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഈ രണ്ട് പേർക്കുമുള്ള ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സംസ്ഥയുടെ ഭാഗമായിക്കൊണ്ട്, സുപ്രഭാതത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അതെല്ലാം തന്നെ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്.